നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വിജയത്തിലേക്ക് പോവുകയാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം 2 മണിക്കൂർ ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ 30 ദിവസം മരവിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമ്മതിച്ചതായാണ് സൂചന. ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ പുടിൻ സമ്മതിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം വളരെ നേരത്തെ തന്നെ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കേണ്ടതായിരുന്നു. യുദ്ധം ഒരിക്കലും തുടങ്ങാൻ പാടില്ലായിരുന്നുവെന്ന് ഇരുകൂട്ടരും അംഗീകരിച്ചതായി ഫോൺ സംഭാഷണത്തിന് ശേഷം വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളുടേതുമായി സമ്പത്തും ഒരുപാട് പേരുടെ ജീവനും നഷ്ടപ്പെട്ടു. അതൊക്കെ അതാത് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടിയിരുന്നവയായിരുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള ചർച്ചകൾ തുടരാൻ ട്രംപും പുടിനും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സഹകരണത്തിന്റെ സാധ്യതകളും ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും ചെയ്തു. ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നിർത്തിവെക്കുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ധാരണയായിട്ടുണ്ട്. യുക്രൈനിൽ സമാധാനം വന്നാൽ മാത്രമേ മേഖലയിൽ സ്ഥിരതയും സാമ്പത്തിക വളർച്ചയും ഉണ്ടാകുമെന്നും പുടിനും ട്രംപും അംഗീകരിച്ചു. യുക്രൈനും റഷ്യയും തമ്മിൽ 175 യുദ്ധ തടവുകാരെ പരസ്പരം വെച്ചുമാറുന്ന കാര്യവും പുടിൻ ട്രംപിന് മുൻപിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, ഗുരുതരമായി പരിക്കേറ്റ റഷ്യയുടെ പിടിയിലായ 23 യുക്രൈൻ സൈനികരെ വിട്ടുകൊടുക്കാമെന്നും പുടിൻ വ്യക്തമാക്കി. എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ചില വ്യവസ്ഥകൾ റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്ക നടത്തിയ സുപ്രധാനമായ നീക്കം ഇസ്രായേലിന് ഇറാനെതിരെ റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ചതാണ്. ഇസ്രായേലിന് ഒരു കാരണവശാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള വെല്ലുവിളി ഉയരാൻ പാടില്ലെന്ന് ഇരു നേതാക്കളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ ചടുല നീക്കം മാറ്റിമറിക്കുന്നത് ലോകക്രമത്തെ തന്നെയാണ്. എത്രയോ വർഷങ്ങളായി റഷ്യയുടെ ഉറ്റ ചങ്ങാതിയാണ് ഇറാൻ. നേരത്തെ സൗദി അറേബ്യയിൽ വെച്ച അമേരിക്കയുടെ നേതൃത്വത്തിൽ റഷ്യയുടെയും യുക്രൈനിന്റെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈയിടെ ഹൂതി വിമതർക്ക് നൽകുന്ന സഹായത്തിന്റെ പേരിൽ ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണം ക്രിയാത്മകം ആയിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തലിന് താൻ തയ്യാറാണെങ്കിലും ചില കാര്യങ്ങൾ കൂടി ട്രംപുമായി ചർച്ച ചെയ്യാനുണ്ടായിരുന്നെന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം. ട്രംപുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ വെടിനിർത്തൽ സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ നിലപാട് വ്യക്തമാക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിലുണ്ടായ വാക്കേറ്റത്തിന് ശേഷം ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചിട്ടില്ല. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ബ്രിട്ടൻ യുക്രൈനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നും യുക്രൈനിൽ ശാശ്വത സമാധാനം പുലരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പുടിനെ താൻ തീർത്തും വിശ്വസിക്കില്ല എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. യുക്രൈന്റെ പല പവർ പ്ലാന്റുകളും ഇപ്പോൾ റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നതാണ് യുക്രൈന്റെ ആവശ്യം. നന്ദി.